السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. BA അഫ്നൽ ഉലമ 4th സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ആൻഡ് ഉമ്മയ്യത്ത് ലിറ്ററേച്ചറിലെ അൽ ഹജ്ജാജ് ബിൻ യൂസുഫിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രാസംഗികനും ആണ് അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ആൾ. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് കടക്കാം. ഉലിദ അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് ഫി സന 42 ഹിജ്റ ഫി മദീനത്തി ത്വായിഫ്. ഉലിദ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ജനിച്ചത് ഫി സന 42 ഹിജ്റ 42-ലാണ്, അതായത് 660 മീലാദി. ഫി മദീനത്തി ത്വായിഫ്. ത്വായിഫ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കാന ഹുവ വ അബൂഹു വ അഖൂഹു മുഅല്ലിമീന ഫി ത്വായിഫ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ സഹോദരനുമൊക്കെ ത്വായിഫിലെ അധ്യാപകരായിരുന്നു. അവിടുത്തെ മുഅല്ലിമുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. സുമ്മ ഇന്നൽ ഹജ്ജാജ് തറക തഅലീമ വൽതഹക ബിൽ ജയ്ഷിൽ ഉമവി. സുമ്മ ഇന്നൽ ഹജ്ജാജ്, പിന്നെ ഹജ്ജാജ് തറക തഅലീം, അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു. വൽതഹക ബിൽ ജയ്ഷിൽ ഉമവി, പിന്നെ അദ്ദേഹം അമവി സൈന്യത്തിൽ അദ്ദേഹം ചേരുകയും ചെയ്തു. വല്ല അബ്ദുൽ മലിക് അൽ ഹജ്ജാജ് അലൽ ഹിജാസി വൽ യമനി. വല്ല അബ്ദുൽ മലിക് ഏൽപ്പിച്ചു കൊടുത്തു അൽ ഹജ്ജാജിന് ഗവർണർ സ്ഥാനം ഏൽപ്പിച്ചു. അലൽ ഹിജാസി വൽ യമനി, ഹിജാസിന്റെയും യമനിന്റെയും ഒക്കെ. വകാന ബി ഇസ്ലാഹാത്തിൻ ഇദാരിയ വ ഇംറാനിയ കസീറ വമിൻഹ. വകാന ബി ഇസ്ലാഹാത്തിൻ ഇദാരിയ, അങ്ങനെ അദ്ദേഹം ധാരാളം ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. വൈമ്രാനിയ, അതുപോലെ നിർമ്മാണ പരിഷ്കാരങ്ങൾ, കസീറത്തൻ, ധാരാളം. വമിൻഹാദിൽപ്പെട്ടതാണ് ബിനാഉ മദീനത്തു വാസിത്ത്. വാസിത്ത് എന്ന് പറയുന്ന പട്ടണം അദ്ദേഹം നിർമ്മിച്ചു. വാസിത്ത് എന്ന് പറയുന്ന പട്ടണം നിർമ്മിച്ചത്. അതുപോലെ അടുത്തതാണ് വഹദൽ മക്കായീല വൽ മക്കായീസ വൽ മവാസീന. അദ്ദേഹം തൂക്കങ്ങളും അളവുകളിലും ഒക്കെ ഒരു ഏകീകരണം കൊണ്ടുവന്നു. വസക്കൽ ഉംലത ബിൽ ലുഗത്തിൽ അറബിയ. അതുപോലെ അറബി ഭാഷയിലുള്ള നാണയങ്ങൾ അടിച്ചിറക്കി. ഉംലത്ത് എന്ന് പറഞ്ഞാൽ നാണയം. അറബി ഭാഷയിലുള്ള നാണയങ്ങൾ അദ്ദേഹം അടിച്ചിറക്കി. ബഅദഇദിൻ, അതിനുശേഷം ഇൽതഫത്ത് അൽ ഹജ്ജാജ് തിരിഞ്ഞു ഇലൽ ഫുതൂഹി, വിജയിച്ചടക്കുന്നതിലേക്ക് അദ്ദേഹം തിരിഞ്ഞു, അതായത് രാജ്യങ്ങൾ വിജയിച്ചടക്കാനും. അങ്ങനെ ഫുതിഹത്ത്, അദ്ദേഹം അങ്ങനെ വിജയിച്ചടക്കി. ബലഖ് എന്ന് പറയുന്ന സ്ഥലം, തഖ്റസ്താൻ, അതുപോലെ ഫർഗാന, സിന്ധ്, ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം വിജയിച്ചടക്കി. കാനൽ ഹജ്ജാജ് മിൻ അഅ്ലമി റിജാൽ, അദ്ദേഹം ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളിൽപ്പെട്ട ആളായിരുന്നു. ഫഖദ് കാന സിയാസിയൻ ഖദീറൻ വ ഖതീബൻ ബാരിയൻ. ഫഖദ് കാന സിയാസിയൻ, അദ്ദേഹം വളരെ കഴിവുറ്റ ഒരു രാഷ്ട്രീയകനായിരുന്നു. വ ഖതീബൻ ബാരിയൻ, വളരെ മിടുക്കനായ പ്രാസംഗികനും കൂടെയായിരുന്നു. അതുപോലെ വാസിഉൽ മഅരിഫത്തി ബിൽ ഇൽമി വബിന്നാസി. വാസിഉൽ മഅരിഫത്തി, വിശാലമായ അറിയുന്ന ആളായിരുന്നു. ബിൽ ഇൽമി, വിജ്ഞാനങ്ങളെ കുറിച്ചും, വബിന്നാസി, ജനങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. വമിൻ ഖുതബിഹി, അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽപ്പെട്ട ഒരു ഭാഗമാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം. യാ അഹ്ലൽ കൂഫ ഇന്നി ലഅറാ റൂസൻ ഖദ് അയ്നാത് വഹാന കിതാഫുഹ വഇന്നി ലസ്വാഹിബുഹ വകഅന്നി അൻദുറു ഇല ദിമാഇ ബൈനൽ അമാഇ വല്ലഹി തറഖറ. അദ്ദേഹത്തിന്റെ ഖുതുബ എന്ന് പറഞ്ഞാൽ അദ്ദേഹം
കൂഫ അദ്ദേഹത്തിന് കൂഫയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി കൂഫയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അവിടെ വെച്ച് മിമ്പറിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ്. അവിടുത്തെ ആളുകൾക്ക് വളരെ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ ഒന്ന് വിരട്ടാനൊക്കെ വേണ്ടി പേടിപ്പിക്കാനൊക്കെ വേണ്ടി നടത്തിയ ആദ്യത്തെ പ്രസംഗമാണ്. യാ അഹ്ലൽ കൂഫ, ഏ കൂഫക്കാരെ, ഇന്നീല ആറാ, തീർച്ചയായും ഞാൻ കാണുന്നു, റൂസൻ, തലകളെ കാണുന്നുണ്ട്, കത് അയിനാത്ത്, പാകമായിട്ടുള്ള, വഹാന കിതാഫുഹ, അത് പറിച്ചെടുക്കാനുള്ള സമയമായിട്ടുണ്ട്, വൈന്നീല സാഹിബുഹ, അത് പറിച്ചെടുക്കുന്നതിന്റെ ആള് ഞാനാണ്, തീർച്ചയായിട്ടും ഞാനാണ്. വകഅന്നി അൻദുറു, തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് പോലെ ഉണ്ട്, ലദ്ദിമായി, രക്തത്തെ കാണുന്നുണ്ട്, ബൈനൽ അമായിമി വൽ യഹ്യി, തലപ്പാവിന്റെയും താടിയുടെയും ഇടയിൽ രക്തം ഒഴുകുന്നത് ഞാൻ കാണുന്നത് പോലെയുണ്ട്. തിറക്കിറക്കും, അതിങ്ങനെ ഒഴുകുന്നതായിട്ട് ഞാൻ കാണുന്നത് പോലെയുണ്ട്. അതായത് നിങ്ങളുടെയൊക്കെ തലകള് അറുത്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസംഗം അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഞാനൊരു വിട്ടുപോയ ഒരു പോയിന്റ്, അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 95-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വാസിത്ത് എന്ന് പറയുന്ന പട്ടണത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.